ശബരിമലയിലെ സ്വർണം, കാണാതായ സ്വർണം എവിടെ? ആ കാര്യത്തിൽ എന്താണ് SIT ഒരു മറുപടി പറയാത്തത് എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ ചോദ്യം. തന്റെ സുഹൃത്തായ വ്യവസായി പറഞ്ഞ കാര്യങ്ങളാണ് താൻ പങ്കുവച്ചത്. ആ വ്യവസായി കോടതിയിൽ എത്താനും 164 സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനും തയ്യാറാണ്. ഡി മണിയെ കണ്ടിട്ടില്ല എന്നത് ശരി തന്നെയാണ്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തു വരാനുണ്ട്. ഇതിലെ പിന്നാമ്പുറ കഥകൾ പുറത്തു വരാനുണ്ട്. ആ കാര്യങ്ങളിലേക്ക് അന്വേഷണം പോകണം. തനിക്ക് അറിയാവുന്ന വിവരങ്ങൾ, തന്നോട് ഒരു വ്യവസായി പറഞ്ഞ കാര്യങ്ങളാണ് താൻ SIT അറിയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട സമഗ്രമായ അന്വേഷണം ആവശ്യമാണ്. സ്വർണ്ണക്കൊള്ളയിലെ സ്വർണം, കാണാതായ സ്വർണം എവിടെ? അതിനെന്തുകൊണ്ടാണ് SIT മറുപടി പറയാത്തത് എന്ന പ്രധാനപ്പെട്ട ചോദ്യം രമേശ് ചെന്നിത്തല ഇന്ന് ആവർത്തിച്ചിരിക്കുന്നു. ആർ ശ്രീജിത്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം. ശ്രീജിത്ത്, രമേശ് ചെന്നിത്തല അദ്ദേഹത്തിനോട് വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ അന്വേഷണ സംഘത്തെ അറിയിച്ചു. അതുകൊണ്ട് ഇതിൽ ഈ സമഗ്രമായ അന്വേഷണമാണ്, മറ്റു കാര്യങ്ങളൊന്നും തനിക്ക് അറിയില്ല എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ ഡി മണിക്ക് ഇതുമായി ബന്ധമില്ല എന്ന അന്വേഷണ SITയുടെ നിഗമനത്തിന് പിന്നാലെ രമേശ് ചെന്നിത്തല നടത്തിയിട്ടുള്ള പ്രതികരണത്തിൽ മുൻ നിലപാടിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ? GK, ഡി മണിയുമായി തനിക്ക് നേരിട്ട് ബന്ധമില്ല. പ്രവാസി വ്യവസായി പറഞ്ഞ കാര്യങ്ങൾ ഒരു പൊതുപ്രവർത്തക നിലയിൽ SIT അറിയിക്കുകയാണ് താൻ ചെയ്തത്. അത് ഇന്നും ഈ വാർത്ത SIT ഡി മണിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട വാർത്ത പുറത്തു വന്ന ശേഷവും പ്രവാസി വ്യവസായിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് താൻ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളെപ്പറ്റി ഗൗരവതരമായ അന്വേഷണം നടന്നാൽ വസ്തുതകൾ പുറത്തു വരുമെന്ന് തന്നെയാണ്. അപ്പോൾ ഇതേപ്പറ്റി കൃത്യമായ ഒരു അന്വേഷണം നടക്കണം. ഗുരുതരമായ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോഴും സ്വർണം എവിടെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. സ്വർണം എവിടെയാണ്, അയ്യപ്പൻ്റെ സ്വർണം എവിടെ പോയി എന്ന ചോദ്യമാണ് ചെന്നിത്തല ആവർത്തിക്കുന്നത്. ഇക്കാര്യത്തിൽ SITയുടെ പ്രവർത്തനത്തിൽ ഇപ്പോൾ ചില സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അടുത്ത ദിവസങ്ങളിലായി. കാരണം CPMമായി ബന്ധമുള്ള 2 പോലീസ് അസോസിയേഷൻ നേതാക്കളെ SITയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് SITയുടെ പ്രവർത്തനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ തെളിവായിട്ടാണ് ഇത്തരം സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്തായാലും ഈ ഡി മണിയുമായി തനിക്ക് ബന്ധമില്ല, എന്നാൽ താൻ ഒരു ഉത്തരവാദിത്തമുള്ള പൊതുപ്രവർത്തക നിലയിലാണ് അറിഞ്ഞ വിഷയങ്ങൾ SITയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. താൻ നൽകിയ സൂചനകൾ വെച്ച് വിശദമായ അന്വേഷണം നടത്തിയാൽ വസ്തുതകൾ കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും ചെന്നിത്തലയുടെ നിലപാട്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.